ാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഷെയ്ൻ്റെ അമ്മേനെയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അതെ, വെയിൽ എന്ന സിനിമയിലെ ഷെയ്ൻ ക്യാരക്ടർ ചെയ്ത് ഷെയ്ൻ നിഗം ചെയ്ത ക്യാരക്ടറിന്റെ അമ്മയാണ് ഇരിക്കുന്നത്. ചേച്ചി, ശ്രീരേഖ ചേച്ചി, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് ഷൈൻ അപ്പ് വിത്ത് ഷെയ്ൻ നിഗം. താങ്ക് യു മീര. മകനുമായിട്ട് ഇതേ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എത്ര ഹാപ്പിയാണ്? അവൻ കുറച്ചുകൂടെ പൊക്കം വെച്ചു, ഗ്ലാമറായി. പിന്നെ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോ പൊക്കം മീൻസ് ആ പൊക്കം അല്ല കേട്ടോ, മനസ്സിലായി, ഒരു സൈസ് അതുമല്ല, പിന്നെ കുറച്ചുകൂടെ ജീവിതത്തിലേക്ക് ഒരു പൊക്കം, ഒരു തലപ്പൊക്കം. അത് കറക്റ്റ്. ഇപ്പൊ അല്ലെങ്കിൽ പറഞ്ഞു തന്നാ, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചാണ്. അപ്പോൾ പിന്നെ ഒരു മോൻ്റെ വളർച്ച മാറുമെന്ന് കാണുക എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു മീര. വെയിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നാ കാണുന്നത്. സത്യം. കാരണം സെറ്റിൽ പോലും ഇവര് അമ്മേന്നാ ഷെയ്ൻ വിളിച്ചുകൊണ്ടിരുന്നത് ഞാനിങ്ങനെ ഇൻ്റർവ്യൂസിൽ വായിച്ചു, ചേച്ചിയുടെ ഇൻ്റർവ്യൂവിൽ. കാരണം സ്റ്റേറ്റ് അവാർഡ് ചേച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു, മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡാണ് വെയിൽ എന്ന സിനിമയിലൂടെ ചേച്ചിക്ക് ലഭിച്ചത്. അപ്പം അന്ന് ചേച്ചിയുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ നോക്കുമ്പോൾ ചേച്ചി പറയായിരുന്നു അമ്മേന്നാണ് അവൻ എന്നെ കൂടുതൽ സമയം വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെ ഒരു ബോണ്ടിങ് ആയിരുന്നു നമ്മൾ തമ്മിൽ. അയ്യോ ചേച്ചി പക്ഷെ നേരിട്ട് മേക്കപ്പ് ഇല്ലാതെ കണ്ടപ്പോൾ ഭയങ്കര ചെറുപ്പം. ഈ ചെറുപ്പക്കാരിയായ ഈ ചേച്ചീനെയാണോ നിങ്ങൾ അമ്മയാക്കിയത്? ഈ ഗ്ലാമർ നിങ്ങൾ എന്തിനാ ഒളിപ്പിച്ചു വെച്ചു? കുറച്ചുകൂടി നല്ല സൈക്കോളജിസ്റ്റ് ആണ്. അതിൽ നിന്ന് എന്നാലും ഷെയ്നുമായിട്ടുള്ളൊരു മെമ്മറി, അന്നത്തെ വെയിലിന്റെ ഓർമ്മകൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? ധൈര്യമായിട്ട് പറയൂ. അല്ല, അത് വെയിൽ ഒരു കമ്പാരിറ്റീവ്ലി സ്റ്റാർട്ടിങ് മൂവിയാണ്. അപ്പം അതിൽ ആദ്യ ദിവസം ഞാൻ ലൊക്കേഷനിൽ വന്നപ്പോൾ തന്നെ ഷെയ്നെ വിളിച്ചത് അമ്മ എന്ന് തന്നെയാണ്. അതുകൊണ്ട് അമ്മ, പിന്നെ വേറൊരു ബന്ധം കൂടെയുണ്ട് ഞങ്ങൾ തമ്മിൽ. അബികയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, മിന്നുകെട്ട് എന്ന സീരിയലിൽ. എൻ്റെ പേര് അല്ലേ, അബികയുടെ പേര് ഞാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ശരിക്കൊരു ഫാമിലി മാറ്ററായി വെയിൽ. പിന്നെ 1-2 സീക്വൻസിൽ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ചില ഇമോഷണൽ സീക്വൻസിലൊക്കെ അഭിനയിക്കുമ്പോൾ ഞാനിങ്ങനെ എന്താണ് അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തല്ലുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ശരിക്കും അടി കൊടുത്തോ? അടി കൊടുത്തു, എന്നോട് പറഞ്ഞു, അടിക്കാൻ പറഞ്ഞു. പക്ഷേ പിന്നെ എത്ര തവണ കള്ളത്തരം സിനിമയിൽ അങ്ങനെ നമ്മൾ അധികം കള്ളത്തരം കാണിച്ചത് ജനങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും. അടിക്കണമെങ്കിൽ ശരിക്കും അടിക്കണല്ലേ. നമ്മളത് നന്നായിട്ട് റീടേക്കും പോയി. അതൊരു വേറൊരു സീൻ അത്രയും പോയിട്ടില്ല. കറക്റ്റ് അടിക്കുന്ന ഭാഷ മാത്രം 2-3 പ്രാവശ്യം പോയി. കിട്ടണ്ടായിരുന്നു അത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പം ഷെയ്ൻ നേരെ വന്നിട്ട് അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ വെച്ചാൽ തീർന്നു. അപ്പോൾ ഒന്നും പറയണ്ട, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, വയ്യ തലോടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വരാൻ പോയപ്പോഴത്തേക്കും ഷെയ്ൻ കെട്ടിപ്പിടിച്ചിട്ട് അതൊരു വല്ലാത്തൊരു ഇമോഷണൽ മൂമെൻ്റ് ആയിരുന്നു അത് ശരിക്കും. അപ്പോൾ നമുക്ക് കുറേ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റി, ഒരമ്മ മകൻ. അങ്ങനെ തന്നെയാണ് കേട്ടോ. ആണല്ലേ, അങ്ങനെ തന്നെയാണ്. ആ ഒരു അങ്ങനത്തെ ഒരു തല്ലല്ല, ഇങ്ങനെ തല്ലി തല്ലിയല്ലേ, വല്ലാത്ത നമുക്ക് തല്ലി തല്ലി ഒന്ന് പറഞ്ഞാൽ കേൾക്കൊന്നും ഇല്ല ആള്. എനിക്ക് തോന്നുന്നു അതുമല്ലേ ഈ ഒരു ക്യാരക്ടർ ആവുന്നതിന് മുമ്പ് ഷെയ്ൻ ഇങ്ങനെ ഉൾവലിഞ്ഞ് മാറിയിരുന്ന് ആ ക്യാരക്ടറിലേക്ക് ഇങ്ങനെ താതാത്മ്യം പ്രാപിക്കാന്നൊരു സംഭവം ചെയ്യാറുണ്ടോ? അതോ പെട്ടെന്ന് വെറുതെ ചില്ലായിട്ടിരുന്നിട്ട് സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ പറയുമ്പോൾ ചാടി കയറി ക്യാരക്ടർ ആവുകയാണോ? എങ്ങനെയാണ് ആ ട്രാൻസ്ഫോർമേഷൻ? അത് ഷെയ്നിന് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. മൂഡ് പോലെ ഇരിക്കും. ചില സമയത്തൊക്കെ അങ്ങനെയാണ്, ചില സമയത്ത് എവിടെയൊക്കെ മഴയത്തൊക്കെ ഇറങ്ങി നടക്കുന്ന കാണാം നമുക്ക്. മഴയത്ത് നല്ല പാട്ടൊക്കെ പാടി ചില്ലായിട്ട് ഇറങ്ങി നടക്കുന്ന. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഈശ്വര ദേ പോൺ എന്റെ മോൻ, ദോ പോൺ എന്റെ മോൻ, ദോ പോണ് മഴയത്ത് ദോ പോണു. ആരെങ്കിലും നല്ലോണം കലക്കി ഒരു ഹോർലിക്സ് കൊണ്ടുവന്ന് ഞാൻ ആലോചിച്ചു. തിരുവനന്തപുരം ഭാഗത്താണോ? അല്ല, ഞാൻ ആലപ്പുഴക്കാരിയാണ്. ആലപ്പുഴയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സാറിന് ഞങ്ങൾ തിരുവനന്തപുരത്താരാ പറയാം, ദോ പോണു മോനെ നിന്റെ മോൻ. അല്ല, അപ്പോഴത്തെ എൻ്റെ ഒരു മനോഭാവം വെച്ചിട്ട് അങ്ങനെയും പറയാൻ പറ്റുമോ? ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പാട്ടൊക്കെ കേട്ടിട്ട് ആള് ഭയങ്കര കൂളായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നല്ല മഴയത്ത് ഇറങ്ങി അങ്ങ് പോവാ. ഷെയ്ൻ എവിടെ? ദോ പോണു. എന്താ അതങ്ങനെ? യു എൻജോയ് റെയിൻ? അല്ല, ആ സമയത്ത് ഇതെല്ലാം ആ കഥാപാത്രത്തിന്റെ ലോകത്തെ സഞ്ചാരമാണ്. അതപ്പം അങ്ങനെ അങ്ങോട്ട് പോണതാ. അല്ല, എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഈ ചിലപ്പോൾ ആ സീനിൽ മഴ അങ്ങനെ എന്തെങ്കിലും മഴ നനഞ്ഞു പോകണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും നനഞ്ഞിരിക്കണതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ കുറച്ച് മഴയും കൊള്ളാം,
ഇടയ്ക്കൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ഉള്ള ഒരു സത്യത്തിൽ നമുക്ക് അസൂയ തോന്നാറുണ്ട്. മോൻ മഴ നനയുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്നിട്ടും എന്നാലും സെറ്റിൽ ഷെയ്ൻ എങ്ങനെയാണ്? ഭയങ്കര സൈലന്റ് ആണോ, ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതമാണോ? കാരണം തളപതി വിജയുടെ ഒക്കെ കേട്ടിട്ടുണ്ട്, മിണ്ടാതെ ഒരു സൈഡിലേക്ക് എനിക്ക് അങ്ങനെ ഒരു സ്ഥായിയായ ഒരു പ്രവണത ഇല്ല. ഇല്ല. അതാണ് അതിന്റെ ഒരു സത്യം. ഭയങ്കര ബഹളക്കാരനും അല്ല. ഇവിടെ എല്ലാം ഉണ്ട് എന്റെ ഇടയിൽ. മിക്സ്ഡ് ആണ്. എന്റെ മോൻ മിക്സ്ഡ് ആണ്. എന്നാലും മിക്സഡ് എന്നാൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഷെയ്നെ ഒന്ന് അസസ് ചെയ്യാൻ പറഞ്ഞ, കാരണം സൈക്കോളജിസ്റ്റ് ആണ്, ഒന്നുമില്ല, ഷെയ്നെ ഒന്ന് അസസ് ചെയ്താൽ, ഷെയ്ൻ എന്ന് പറയുന്ന ആള് മാത്രമേ ഉള്ളൂ, മകൻ എന്നുള്ളത് ഞങ്ങൾ കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ്. ആസ് എ സൈക്കോളജിസ്റ്റ് ശ്രീരേഖ ചേച്ചി നമ്മളൊന്ന് മാറ്റാൻ പോവാണ്. എങ്ങനെ അസസ് ചെയ്യും ഷെയ്നെ? വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഭയങ്കര കൂളസ്റ്റ് പേഴ്സൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ എല്ലാ സമയത്തും കൂളായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പല ഭാവങ്ങളില്ലേ, അതുപോലെ ഷെയ്ന് പല ഭാവങ്ങളുണ്ട്. അതിൽ മിക്ക സമയം നമ്മൾ ഈ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഡിഫറെൻ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കുറേ കൂടി നാച്ചുറലായിട്ടുള്ള ആൾക്കാരെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ കണ്ടിരിക്കാനൊക്കെ. നല്ല രസമാണല്ലോ. അങ്ങനെ ഒരു സ്ഥിരം എനിക്ക് തോന്നുന്നില്ല ചേച്ചി, അങ്ങനെ എല്ലാവർക്കും ഒരൊറ്റ രീതിയിലുള്ള ഒരു ഇതുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ പുറത്ത് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനമായിരിക്കും അത്. അല്ലാതെ എല്ലാവർക്കും ഉണ്ടാവില്ല വേരിയേഷൻ. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും അതുണ്ട്. ഇപ്പം പിന്നെ മനുഷ്യർക്കും അത് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അതാണ് നമ്മൾ നേച്ചറിലേക്ക് നോക്ക്, രാവിലെ പോലെയാണ് ഒരു വൈകുന്നേരം ഇരിക്കുന്നത്, അല്ലല്ലോ, മാറുന്നില്ല. അതേപോലെ മനുഷ്യർക്കും ആ മാറ്റങ്ങൾ, ആ മൂഡിന്റെ വേരിയേഷൻസ് ഉണ്ടാവും. അത് പ്രകൃതിയുടെ ഭാഗമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അത് സംഭവിക്കും. ആണ്. പക്ഷെ എനിക്ക് ഭയങ്കര കൂളായിട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഷെയ്നുമായിട്ട് ഇത്രയും സമയം ഇരുന്നപ്പോഴേ. എന്തായാലും ഏറ്റവും വലിയ ഹിറ്റ് ജോഡി ഇരിപ്പുണ്ട് ഷെയ്ൻ്റെ, മഹിമയുണ്ട്. മരുമോൾ എങ്ങനെയുണ്ട്? അങ്ങനെയല്ല കേട്ടോ, വെയിൽ എന്ന സിനിമയിലെ ഷെയ്ന്റെ അമ്മ എന്നുള്ള നിലയിലാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. അങ്ങനെ ഇത് കണക്ട് ചെയ്യണം. വെയിലിൽ നിന്ന് RDXലേക്ക് അല്ല ലിറ്റിൽ ആർട്സിലേക്ക് ഇപ്പൊ ഒരു പാലം ഇടേണ്ടി വരും. അല്ല, അപ്പൊ ശരിക്കും വെയിലില് എന്റെ വേറൊരു മരുമോളുണ്ടായിരുന്നു. അതിനെന്ത് പറ്റി? അതെന്ത് പറ്റി? സോനയെ പറ്റി. സോനയെ പറ്റി. സോനയ്ക്ക് എന്ത് പറ്റി? ഭയങ്കര പ്രണയത്തിലായിരുന്നു. അത് നിങ്ങൾ ഒന്നിച്ചോ അതോ പിരിഞ്ഞോ, ബ്രേക്കപ്പ് ആയോ? ഞങ്ങൾ അന്ന് പിരിഞ്ഞല്ല, ചേട്ടന് വേണ്ടിട്ട് ഞാൻ ഇതായല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആ പടത്തിലൊരു ഇയാളൊരു ഇച്ചിരി ഡിപ്രഷൻ പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള ഭയങ്കര പ്രശ്നമുള്ള ഒരാൾ. അയാളെ തന്നെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല ഈ സിദ്ധുവിന്. അത് കണ്ടവർക്ക് അറിയാൻ പറ്റും എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ ആ പടത്തിനെ പറ്റി അങ്ങനെ പറയുന്നത്. അയാൾ എപ്പോഴും റെസിസ്റ്റൻസിലാണ്, അയാൾ അക്സെപ്റ്റൻസ് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. അയാൾക്ക് ചിലപ്പോൾ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവർ പിന്നെ ഒന്ന് സോനനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ കഥാപാത്രത്തിന് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ പിന്നെയും ഇഷ്ടത്തിലായേക്കാം. അങ്ങനെ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. എന്നെ കാണുന്നത് RDXലാണ്. അപ്പം അപ്പോഴും ഞാൻ ചിന്തിച്ചു, ദേ എൻ്റെ മോൻ